ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ ഒരു സ്പെഷ്യൽ പോസ്റ്റാണ് കേട്ടോ. ഞാൻ ഇതുവരെ ഇത് ചെയ്തിട്ടില്ല. നമ്മുടെ പൊക്കിളിൽ എണ്ണ നമ്മൾ ഒഴിച്ച് മസാജ് ചെയ്താൽ കിട്ടുന്ന ഗുണങ്ങളാണ് ഇന്നത്തെ എൻ്റെ പോസ്റ്റ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെ പ്രയോജനപ്പെടും. ഇപ്പം നമ്മുടെ വിഷയം സൗന്ദര്യം ആയതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ പൊക്കിളെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. പക്ഷെ നമ്മളാരും ശ്രദ്ധിക്കാത്ത ഒരു ഭാഗമാണ്. കുളിക്കുമ്പോൾ പോലും നമ്മൾ പൊക്കിൾ കഴുകുന്നവർ വളരെ കുറച്ചുണ്ടാവുള്ളൂ. നമ്മളാരും ശ്രദ്ധിക്കാത്ത ഒരു ഭാഗമാണ്. പക്ഷേ ഇത് ശരീരത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഒന്നാണ് പൊക്കിൾ കൂടി കേട്ടോ. അതിന് കാരണം എന്താണെന്നോ, നമ്മുടെ നാഡികൾ എല്ലാം വന്ന് നാഡീ വ്യവസ്ഥകളൊക്കെ സംഗമിക്കുന്ന സ്ഥലമാണ് ഈ നേവൽ ചക്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. എന്ത് നമ്മൾ പൊക്കിളിൽ ചെയ്താലും അതിൻ്റെ ഗുണം നമ്മുടെ ശരീരം ടിപ്പ് ടു ടോപ്പ് കിട്ടുമെന്ന് പറയണത് അതുകൊണ്ടാണ്. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ഗർഭസ്ഥ ശിശുക്കളൊക്കെ കുഞ്ഞുങ്ങൾ അമ്മമാരിൽ നിന്ന് പോഷകങ്ങളൊക്കെ സ്വീകരിച്ചിരുന്നതും ഈ പൊക്കിൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിലെന്തൊഴിച്ചാലും അത് ആഗീരണം ചെയ്യാനുള്ളൊരു കഴിവ് ആ ഭാഗത്തിനുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഞാനിനി അധികം കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം. അപ്പം ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് നീം ഓയിലിനെ കുറിച്ചാണ്, അതായത് വേപ്പെണ്ണ. ഈ വേപ്പെണ്ണയുടെ ഗുണം എന്താണെന്നോ, ഇത് നമ്മൾ ഒരു 5 to 10 ഡ്രോപ്സ് കേട്ടോ. ഇനിയിപ്പോൾ 4 ഡ്രോപ്സ് ആയാലും കുഴപ്പമൊന്നുമില്ല, ഇനി 10 ഡ്രോപ്സ് വേണമെന്നുമില്ല. നിങ്ങൾ പൊക്കിളിലൊഴിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എത്ര വരുമെന്ന്. അപ്പോൾ എന്തായാലും 5 to 10 ഡ്രോപ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വേപ്പെണ്ണ നമ്മൾ ഈ പൊക്കിൾ അതിന് മുന്നേ ഒരു കാര്യം ചെയ്യണേ, പൊക്കിൾ നന്നായിട്ട് വൃത്തിയാക്കണം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ചിട്ട് വേണം. അപ്പോൾ കുളി കഴിയുമ്പോഴാണെങ്കിൽ കൂടുതൽ സൗകര്യമാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു വേപ്പെണ്ണ, അതായത് നീം ഓയിൽ ഒരു 5 ഡ്രോപ്സ് പൊക്കിളിലേക്ക് ഒഴിച്ചിട്ട് മോതിരവിരൽ വെച്ച് നന്നായിട്ട് അത് മസാജ് ചെയ്ത് അകത്ത് മസാജ് ചെയ്യുക. പിന്നെ പൊക്കിളിന് ചുറ്റും ഒന്നങ്ങ് മസാജ് ചെയ്ത് കൊടുത്താൽ കിട്ടണ ഗുണം എന്താണെന്നോ, നമ്മുടെ മുഖത്തുണ്ടാവുന്ന മുഖക്കുരു, അതുപോലെ തന്നെ ഇച്ചിങ്, അങ്ങനെ അലർജി സംബന്ധമായ ഒത്തിരി പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഈ നീം ഓയിൽ വെച്ച് പിന്നെ പൊക്കിൾ മസാജ് ചെയ്യണം. ഓക്കെ, അപ്പോൾ മുഖക്കുരുവിന് ആയേ. ഇനി അടുത്തത്, നമുക്കെല്ലാവർക്കും ആഗ്രഹമാണ് സ്കിൻ ഗ്ലോ ചെയ്യാൻ. നമ്മൾ ഒത്തിരി അതിനുള്ള പാക്കുകളും ക്രീമുകളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്കിൻ ഗ്ലോയ്ക്ക് നമുക്ക് നേവലിൽ ഒഴിച്ചു കൊടുക്കാവുന്നത് ഏതാണെന്നോ, ആൽമണ്ട് ഓയിലാണ്, അതായത് ബദാം ഓയിൽ. അത് ഇതുപോലെ തന്നെ 5 to 10 ഡ്രോപ്സ് ഒഴിക്കുക. പിന്നെ അത് നന്നായിട്ട് മോതിരവിരൽ വെച്ച് മസാജ് ചെയ്യുക, ചുറ്റും മസാജ് ചെയ്യുക. 2 മിനിറ്റ് നമുക്ക് കിടന്നുറങ്ങാം. ഇപ്പോൾ രാവിലെ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇനി രാത്രി നിങ്ങൾ ഉറങ്ങുമ്പോഴാണെങ്കിൽ കുറേ കൂടെ നല്ലതാണ് കേട്ടോ. കഴിഞ്ഞാൽ കുറേ സമയം നമുക്ക് അത് ഇരിക്കുമല്ലോ അവിടെ. അതുകൊണ്ട് രാത്രിയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സ്കിൻ ഗ്ലോ കിട്ടാൻ ഗീ നല്ലതാണ്. നെയ്യ്, നറുനെയ്യ്, പശുവിൻ നെയ്യ്, ഗീ ഇതുപോലെ തന്നെ കുറച്ചൊഴിച്ച് മസാജ് ചെയ്യണതും സ്കിൻ ഗ്ലോയ്ക്ക് നല്ലതാണ്. പിന്നെ അടുത്ത ഓയിൽ കടുകെണ്ണയാണ്. കടുകെണ്ണ, മസ്റ്റാർഡ് ഓയിൽ. കടുകെണ്ണയുടെ ഗുണം എന്താണെന്നോ, ഇത് നമ്മൾ നേവലിലൊഴിച്ച് മസാജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഡ്രൈനെസ് കുറയും. പ്രത്യേകിച്ച് ചുണ്ടുകളിലെ ഡ്രൈനെസ് കുറയാൻ കടുകെണ്ണ നേവലിലും മസാജ് ചെയ്യണം നല്ലതാണ്. അതോടൊപ്പം തന്നെ കണ്ണുകളിലെ കാഴ്ചശക്തി കൂട്ടുന്നതിനും ബോഡി പെയിൻ ഉള്ളവർക്കും എല്ലാത്തിനും ഈ കടുകെണ്ണ, മസ്റ്റാർഡ് ഓയിൽ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ അടുത്ത നമ്മുടെ പ്രോബ്ലമാണ് മുടി കൊഴിച്ചിൽ അല്ലേ. മുടി കൊഴിച്ചിൽ, മുടി വളരണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ നേവലിൽ പിന്നെ കോക്കനട്ട് ഓയിലും അമല ഓയിൽ വാങ്ങാൻ കിട്ടും. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത്, ഇപ്പോൾ 3 തുള്ളി കോക്കനട്ട് ഓയിലാണെങ്കിൽ 3 തുള്ളി അമല ഓയിലും കൂടെ മിക്സ് ചെയ്ത് നേവലിലൊഴിച്ച് ഇതുപോലെ തന്നെ മസാജ് ചെയ്യുക. അതുപോലെ തന്നെ കാസ്റ്റർ ഓയിലും മുടി കൊഴിച്ചിൽ മാറുന്നതിനും മുടി വളരുന്നതിനും എല്ലാം ഈ നേവലിൽ മസാജ് ചെയ്യണത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുടി കൊഴിച്ചിൽ കഴിഞ്ഞ് ഇനി നമ്മുടെ പ്രശ്നം എന്താ, മുഖത്തെല്ലാം പിഗ്മെൻറ്റേഷൻ അല്ലേ, കറുത്ത പാടുകൾ. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ലെമൺ ഓയിലാണ്. ജ്യൂസ് അല്ല കേട്ടോ, ലെമൺ ഓയിലാണ്, നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ ലെമൺ ഓയിൽ ഇതുപോലെ തന്നെ നേവലിൽ 4-5
തുള്ളി ഒഴിച്ച് നന്നായിട്ട് മോതിരവിരൽ വെച്ച് പിന്നെ മസാജ് ചെയ്ത് അതിൻ്റെ ചുറ്റിനും മസാജ് ചെയ്യുക. എന്നിട്ട് നമ്മൾ രാത്രി കിടന്നുറങ്ങുക. ഇതും നമ്മുടെ പിന്നെ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്ക് മറ്റ് നിങ്ങൾ പരീക്ഷിക്കുന്നതിനോടൊപ്പം മറ്റ് പിന്നെ റെമഡീസ് ചെയ്യുന്നതോടൊപ്പം ഇത് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ സൗന്ദര്യത്തിന് ഹനിക്കണമെന്നാണല്ലേ ഗ്യാസ് കയറി വയറൊക്കെ വീർത്തിരിക്കുക. അങ്ങനെയൊക്കെ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുള്ളവർക്ക് ഇതുപോലെ തന്നെ നമുക്ക് നേവലിൽ മസാജ് ചെയ്യാം കേട്ടോ. അതിന് നമുക്ക് ഇഞ്ചി നീരാണ് വേണ്ടത്. ഇഞ്ചി നീരും കോക്കനട്ട് ഓയിലും കൂടെ മിക്സ് ചെയ്യുക. 50-50 കേട്ടോ, 1:1 എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഈ പൊക്കിളിൽ ഇതുപോലെ തന്നെ മോതിരവിരൽ വെച്ച് അത് പൊക്കിളിനൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് പിന്നെ അതിൻ്റെ ചുറ്റും ഒന്ന് ഒരു 2 മിനിറ്റ് മസാജ് ചെയ്യുക. ഈ ഗ്യാസിൻ്റെ പ്രോബ്ലം നമുക്ക് പോകുന്നതിന് നല്ലതാണ്. പിന്നെ ചിലവരെ സംബന്ധിച്ച് ദഹന സംബന്ധമായ അസുഖങ്ങളുള്ളവരാണെങ്കിൽ അവർക്ക് കടുകെണ്ണയാണ് കേട്ടോ നല്ലത്. കടുകെണ്ണയും ഇതുപോലെ തന്നെ ജിഞ്ചർ ഓയിൽ വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ നമുക്കിതുപോലെ ഇഞ്ചി ജ്യൂസ് നമുക്കെടുത്ത് ഈ ദഹന സംബന്ധമായ പ്രശ്നമുള്ളവർക്ക് അങ്ങനെയും നമുക്ക് മസാജ് ചെയ്യാം കേട്ടോ. പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ളത് പിന്നെ ഫെർട്ടിലിറ്റി കൂട്ടുന്നതിന്, അതായത് ഒലിവ് ഓയിലും കോക്കനട്ട് ഓയിലും അതുപോലെ സേജ് ഓയിൽ, പെപ്പർമിൻറ്റ് ഓയിൽ, ഇതിലേതെങ്കിലും ഒന്ന് നമ്മളിങ്ങനെ നേവൽ മസാജ് ചെയ്താൽ ഫെർട്ടിലിറ്റി കൂടുന്നതിന് നല്ലതാണ് കേട്ടോ. പിന്നെ ഇനി ആരൊക്കെയാണ് ഇത് ചെയ്യണ്ടാത്തത് എന്ന് നമുക്കറിയണമല്ലോ. അത് മെയിനായിട്ട് ഗർഭിണികൾ ചെയ്യണ്ട കേട്ടോ. ഗർഭിണികൾ ചെയ്യണ്ട. അതുപോലെ തന്നെ ഹെർണിയ, അതുപോലെ വൈറൽ അൾസർ, അങ്ങനെയുള്ള വൈറസ് സംബന്ധമായ രോഗങ്ങളുള്ളവർ, ഗ്യാസും ഇതൊന്നും അല്ല കേട്ടോ, ഇങ്ങനെയുള്ള വലിയ രോഗങ്ങൾ ഉള്ളവർ ഇത് ചെയ്യാതിരിക്കാൻ കേട്ടോ നല്ലത്. ബാക്കി നമുക്ക് എല്ലാവർക്കും ചെയ്യാം. ഇനി പിന്നെ നിങ്ങൾ ഓർക്കുകയാണ് ഇതിപ്പോൾ രാത്രി ചെയ്യാൻ മടിയുള്ളവർക്കാണെങ്കിൽ നിങ്ങൾ കുളിക്കുമ്പോൾ കുറച്ച് എണ്ണ എടുത്ത് പൊക്കിളിൽ മസാജ് ചെയ്താൽ മതിയെന്നേ. കുളിക്കുമ്പോൾ നമ്മൾ എന്തായാലും ദേഹവാസകലം തലയിലൊക്കെ എണ്ണ വരണവരാണല്ലേ, പൊക്കിൾ നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് കുളിക്കുമ്പോഴെങ്കിലും നമ്മൾ എണ്ണ ദേഹത്ത് പറ്റുമ്പോഴെങ്കിലും പൊക്കിളിനെ നമ്മൾ മൈൻഡ് ചെയ്യുക. പൊക്കിളിൽ കുറച്ച് എണ്ണ എടുത്ത് നമുക്ക് മസാജ് ചെയ്യാം. എങ്ങനെയായാലും പൊക്കിളിൽ നമ്മൾ എണ്ണ ഒഴിച്ച് മസാജ് ചെയ്യണത് നമ്മുടെ പിന്നെ ശരീരമാസകലം അതിൻ്റെ പ്രയോജനം കിട്ടും. അത് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അയ്യോ, ഒരു കാര്യം പറഞ്ഞില്ല കേട്ടോ. നമുക്കെല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് സ്ട്രെസ്സ്, ടെൻഷൻ അല്ലേ. ഈ ടെൻഷൻ മാറാനായിട്ട് നമുക്ക് അധികം ടെൻഷൻ ഉള്ളവർ ചെയ്യേണ്ടത് ബ്രഹ്മി ഓയിൽ അല്ലെങ്കിൽ ലാവൻഡർ ഓയിൽ കിട്ടുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇതുപോലെ തന്നെ പൊക്കിളിൽ ഒഴിച്ച് 5-6 തുള്ളി ഒഴിച്ച് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സ്ട്രെസ്സ് മാറിക്കിട്ടുവേ. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ഓർക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അപ്പോൾ ഇനി എല്ലാവരും നമ്മുടെ നേവൽ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എന്നെ വായിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.